എന്നും മീനും ഇറച്ചിയും തന്നെ കറി വയ്ക്കാതെ വല്ലപ്പോഴും ഈ നാടൻ ഇലകളൊക്കെ വെച്ചിട്ട് കറി വയ്ക്കുമല്ലോ. അപ്പോൾ അതുപോലുള്ളൊരു മടന്തേല കറിയാണ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോണത്. അപ്പോൾ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് ഈ ഇല കണ്ടപ്പോൾ എനിക്കൊരാഗ്രഹം വറുത്തരച്ച് മടന്തേലയുടെ കറി വയ്ക്കണമെന്നുള്ളത്. അങ്ങനെ ഞാനും പിച്ചി എടുത്തുകൊണ്ട് വന്നപ്പോൾ ഇല എടുക്കുമ്പോഴത്തേക്ക് വിരിഞ്ഞ ഇല എടുക്കാതെ വിരിയാറായ ഇല വേണം എടുക്കാനുള്ളത്. അതൊന്ന് തുറന്ന് നോക്കണം, അതിനകത്ത് വല്ല പുഴുക്കളോ പ്രാണികളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നല്ലവണ്ണമൊക്കെ കഴുകി കളഞ്ഞ് അതിനെ ചുരുട്ടിയെടുക്കണം. ചുരുട്ടിയെടുത്ത് കെട്ടിട്ടാണ് അതിൻ്റെ ഇല ഉപയോഗിക്കുന്നത്. തണ്ട് വന്നിട്ട് അതിൻ്റെ തൊലി കളഞ്ഞിട്ടാണ് കട്ട് ചെയ്ത് ഉപയോഗിക്കുന്നത്. ഞാൻ വറുത്തരച്ച് വെച്ചത് കൊണ്ടിട്ട് തന്നെ ഉരുളക്കിഴങ്ങ്, ചെറിയുള്ളി, പച്ചമുളകൊക്കെ കൂടെ ഇട്ടാണ് വേവിച്ചത്. അപ്പോൾ ഒരുമിച്ചിട്ട് വേവിച്ചപ്പോൾ ഇച്ചിരി ഒന്ന് വെന്തോയി. പക്ഷേ ചെയ്യുന്നവർ ആദ്യമേ, എനിക്കൊരു അബദ്ധം പറ്റിയതാണ്, പക്ഷേ ചെയ്യുമ്പോഴത്തേക്ക് ആദ്യമേ ഉരുളക്കിഴങ്ങൊക്കെ ഫസ്റ്റ് ഒന്ന് വേവിച്ച് ഏകദേശം കുക്കായതിന് ശേഷം ഇല ഇടുകയാണെന്നുണ്ടെങ്കിൽ അത്രത്തോളം വെന്ത് പോകത്തില്ലായിരുന്നു. എന്നാലും കുഴപ്പമില്ലായിരുന്നു, രുചിക്ക് വേറെ വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. തേങ്ങ വറുത്തരച്ച് തേങ്ങയും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും പിന്നെ ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് നല്ലവണ്ണക്ക് തേങ്ങ വറുത്തെടുത്തിട്ട് അതിനരച്ചൊഴിച്ച് ഇത്തിരി ഗരം മസാലയും കൂടെ ഇട്ടേ ലാസ്റ്റ് കടുക് വറുത്തൊഴിച്ച് നല്ല അടിപൊളി കറിയായിരുന്നു കേട്ടോ. മീനും ഇറച്ചിയൊക്കെ എന്നും തിന്നാതെ വല്ലപ്പോഴായിരിക്കും ഇങ്ങനത്തെയൊക്കെ കറി വയ്ക്കുകയാണെങ്കിലും അടിപൊളിയായിരിക്കും. കുറേ നാളിന് ശേഷം